മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇപ്പം ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുൾമുനയിലാണ്. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം. തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂട്ടുപിടിക്കുക, സംഘടിത വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വല്ലാതെ ഒരു ശ്രമം അത് CPM കോൺഗ്രസ് സ്വീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടാണ്, അതിനെ കൂട്ടുപിടിക്കുന്നു. SDPയെ കൂട്ടുപിടിക്കുന്നു. നോക്കൂ, ഇങ്ങനെ സംഘടിത മതവോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന സംഘടനകളെ കൂട്ടാനാണ് കോൺഗ്രസും CPM മത്സരിക്കുന്നത്. ഇവിടുത്തെ അഴീക്കോടിൻ്റെ അവസ്ഥ എന്താണ്? അഴീക്കോട് നിയോജക മണ്ഡലം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ SDPക്ക് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. 9,000 വോട്ട് അവർ പിടിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും SDP മത്സരിച്ചു. അപ്പോൾ SDP മത്സരിച്ചപ്പോൾ അഴീക്കോട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവർ കിട്ടിയത്. 9,000 വോട്ട് കിട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ SDP മത്സരിക്കുന്നില്ല. അവർ തൊട്ടപ്പുറത്ത് കല്യാശ്ശേരിയിൽ മത്സരിക്കുന്നു, മറ്റ് പല മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. എന്തുകൊണ്ട് SDP മത്സരിക്കുന്നില്ല? കാരണം CPM-ന്റെ നേതാക്കന്മാരും SDPയുടെ നേതാക്കന്മാരും അടച്ചിട്ട മുറിയിൽ ഇരുന്ന് നടത്തിയ ചർച്ചയുടെ തീരുമാനമാണ് SDP ഇവിടെ മത്സരിക്കാതിരിക്കാൻ കാരണം. എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നാടിനെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ രാഷ്ട്രീയ രൂപം, അതുകൊണ്ടാണല്ലോ നിരോധിക്കപ്പെട്ടത്, അതിൻ്റെ രാഷ്ട്രീയ രൂപമായ SDP, ആ SDPയെ കൂട്ടുപിടിച്ചുകൊണ്ട് സുമേഷും CPM-ഉം സ്വീകരിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, വലിയ അരാജകത്വത്തിലേക്ക് ഈ അഴീക്കോട് മണ്ഡലം തള്ളിവിടും, ഈ നാടിനെ തള്ളിവിടും. കലാപ കലുഷിതമാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPയെ സഹായിക്കും, പിന്തുണക്കും. BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്.